ഹലോ, ഞാൻ ഡോക്ടർ ബെനീറ്റൻ, നില ഫെർട്ടിലിറ്റി സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. എങ്ങനെയാണ് നമുക്കൊരു സിമ്പിൾ കലണ്ടർ വെച്ചിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റി വിൻഡോ കണ്ടുപിടിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഒരു കലണ്ടർ. ഒരു 28 ഡേ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫുൾ ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസത്തിനെയാണ്, സ്പോട്ടിംഗ് അല്ല, നല്ല ഫ്രഷ് ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസത്തിനെയാണ് ഡേ 1 എന്ന് പറഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് അത് നിന്ന് നെക്സ്റ്റ് ബ്ലീഡിങ് ഇതേപോലെ വരുന്നതിനെയാണ് നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന സമയം. അപ്പോൾ അത് സാധാരണ 28 ഡേ സൈക്കിൾ ഇപ്പം ഈ കലണ്ടർ വെച്ച് പറഞ്ഞു വെച്ചാൽ 1-ാം തീയതിയാണ് ബ്ലീഡിങ് ആയെങ്കിൽ നെക്സ്റ്റ് ബ്ലീഡിങ് 28-നാണ് ആകുന്നതെങ്കിൽ ആ ദിവസത്തിൽ നിന്ന് 14 ദിവസം ബാക്കിലോട്ട് പോവുക. ആ സമയമായിരിക്കും യൂഷ്വലി ഓവുലേഷൻ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ പറയുക വെച്ചാൽ ഓൾമോസ്റ്റ് 14th, അതിൽ നിന്ന് ഒരു 3-4 ഡേയ്സ് ബാക്കിലോട്ടും 3-4 ഡേയ്സ് മുമ്പിലോട്ടും എന്ന് പറഞ്ഞാൽ ഒരു ഫെർട്ടിലിറ്റി വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു ലേഡിക്ക് 9th തൊട്ട് യൂഷ്വലി 19th 20th വരെ ആയിരിക്കും ഫെർട്ടിലിറ്റി വിൻഡോ ഉണ്ടാവുക. ഇതേ കൂട്ട് തന്നെ ഒരു ഇറഗുലർ സൈക്കിളുള്ള ഒരാൾക്കാണെങ്കിൽ മാർക്ക് യുവർ ഡേ 1. ഓക്കെ, കലണ്ടറിൽ എന്നാണോ പീരീഡ്സ് ആയി വെച്ചാൽ അത് ഡേ 1 ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് പീരീഡ്സ് എന്നാണോ ആകുന്നത് അതാണ് നെക്സ്റ്റ് ഡേ 1 എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്നൊരു 14 ഡേ മൈനസ് ചെയ്യുക. അപ്പോൾ ആ 14th ഡേ മൈനസ് ചെയ്യുമ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് ആ സൈക്കിളിൽ എപ്പോഴാണ് ഓവുലേഷൻ നടന്നിട്ടുണ്ടാവുക എന്ന് മനസ്സിലാകാൻ പറ്റും. അതിൽ നിന്ന് ഒരു 4 ഡേയ്സ് ബിഹൈൻഡ് ആൻഡ് 4 ഡേയ്സ് ഫോർവേഡ്. അങ്ങനെയാണ് നമുക്ക് ഫെർട്ടിലിറ്റി വിൻഡോ കലണ്ടർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്.